പി ആർ അനുമോൾക്ക് മാത്രമാണോ? അല്ല, അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് തന്നെ 100% ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞിട്ട് അവരുടെ വോട്ടിങ്ങിനെ ഒന്നും അത് ബാധിക്കണമെന്ന് എനിക്കില്ല. ശോഭ ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. പി ആർ കൊടുക്കാൻ നേരത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ശോഭയായിരുന്നു. ഈ ബിഗ് ബോസിൽ പുറത്തിറങ്ങിയവരെല്ലാം ഓരോ രീതിയിൽ കാണുകയും റീൽസ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. ലക്ഷ്മി ഇതിനകത്ത് കാണാതെ എന്തുകൊണ്ടാണ്? അല്ലല്ല, ഈ ഇറങ്ങിയ ആൾക്കാരുമായി ഒരുമിച്ചുള്ള പല റീൽസ് പലരും ചെയ്തിട്ടുണ്ട്. സത്യമായിട്ട് സമയം കിട്ടിയിട്ടില്ല. അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇറങ്ങി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ വേറൊരു കാര്യത്തിന് ഇതുവരെയും സമയം കിട്ടിയിട്ടില്ല. വലിയ വ്യത്യാസമില്ല. ഞാൻ അങ്ങനെ തന്നെ തോന്നുന്നതേ ഉള്ളൂ. എന്താ എപ്പിസോഡ്സ് ഒക്കെ കാണാനൊക്കെ കിടക്കുവാണ്. ഫോൺ ഇത്രയും നാൾ കഴിഞ്ഞ് കിട്ടി, അതൊക്കെ ക്യാച്ചപ്പ് ചെയ്യുന്നു. മൊത്തം കണ്ടു കഴിഞ്ഞിട്ടില്ല. ഞാൻ എപ്പിസോഡ് കാണാൻ ഇരുന്നിട്ടില്ല ഇതുവരെ. കമന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട്. രസമാണല്ലോ, എന്റർടൈൻമെന്റ് ആണല്ലോ. കമന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട്, റീൽസ് ഒക്കെ കാണുന്നുണ്ട്. ഇല്ലില്ല, അങ്ങനത്തെ ഒന്നും ഇല്ല. കൊളാബ് പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷൂട്ടൊക്കെ കുറച്ച് വരുന്നുണ്ട്. അത് വേറെ ഒന്നും ആയിട്ടില്ല. പറയാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഇല്ല. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അവരുടെ വോട്ടിങ്ങിനെ ഒന്നും അത് ബാധിക്കണമെന്ന് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ പുറത്തോട്ടുള്ള ഇമേജ് എന്താ വരുന്നതെന്നുള്ളത് എന്തായാലും ബാധിക്കും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വലുതായിട്ട് പറയാതിരിക്കാന്നല്ലോ. പുറത്തിറങ്ങിയിട്ടുള്ളവരുടെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അകത്ത് ഇപ്പോഴും ഉള്ളവരുടെ കാര്യം മാക്സിമം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഗെയിമിൽ നിന്ന് ഔട്ട് ആയ ആളാണ്. എവിക്ഷൻ കഴിഞ്ഞ ആൾക്കാർ പിന്നെ സ്ട്രാറ്റജി ആയിട്ട് അകത്ത് പോകുന്നത്. ഇല്ല, അവരുടെ അടുത്ത് ഇപ്പൊ ഉള്ളിലുള്ള കണ്ടസ്റ്റന്റ് ഞാൻ ഇപ്പോഴും അതന്നെ പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങിയിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ അകത്ത് കയറിയിട്ടും അവരുടെ ഗെയിം ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത്. അതിനകത്ത് അങ്ങനെ ചെയ്യുന്നത് ഒരു ശരികേടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടായിരിക്കാം. പി ആർ അനുമോൾക്ക് മാത്രമാണോ? അല്ല, അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് തന്നെ 100% ഉറപ്പുണ്ടോ? പി ആർ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് പ്രശ്നം. പി ആർ ഞാനിപ്പോ നേരത്തെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു പി ആർ മോശമായിട്ടുള്ള കമന്റ് സെക്ഷൻ ഹൈജാക്ക് ചെയ്താലും ഇത് കാണുന്ന ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ളവരല്ലേ. അവരെന്ത് കണ്ടിട്ട് അനുമോളുടെ എന്ത് ഇമേജ് പുറത്തോട്ട് ഇട്ടാലും വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ. അത് ചെറുതായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് അല്ലേ ഈ പി ആർ ടീം കൊണ്ട് ആളെയും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൾക്കാർ കാണുന്നതും കേൾക്കുന്നതും അനുസരിച്ചാണ് ഒരു തീരുമാനത്തിൽ എത്തുക. ലക്ഷ്മിക്ക് പി ആർ ഉണ്ടായിരുന്നു ശോഭ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞായിരുന്നു, എന്റെ ആൻസർ ഞാൻ പറഞ്ഞായിരുന്നു. ശോഭ ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. പി ആർ കൊടുക്കാൻ നേരത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ശോഭയായിരുന്നു. അതുകൊണ്ട് അതിന്റെ എമൗണ്ട് എത്രയാന്നുള്ളത് ശോഭയ്ക്ക് അറിയത്തുള്ളൂ. കാരണം ഞാൻ ശോഭയ്ക്കാണ് ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തിരുന്നത്. പിന്നെ അത് ഗെയിമിന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ എനിക്കൊരു ബൂസ്റ്റ് വേണ്ട സമയത്ത് ഗസ്റ്റ് ആയിട്ട് അവിടെ വന്ന് അതും ശോഭ തന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറെ ആൾക്കാര് അല്ലാതെ എന്താ പറയണ്ടേ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിരിക്കാൻ ഞാൻ പുറത്തിറങ്ങിയിട്ട് കണ്ടു. അതൊക്കെ പി ആർ ആണെന്ന് ചോദിച്ചാൽ അത് ഞാൻ അഖിൽമാരൊക്കെ ആണെങ്കിലും എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിലും വരുന്ന കാര്യം ആളോട് പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ടൈം പോകുന്നുണ്ട്. ആരും പുറത്തായപ്പോൾ ഒരുപാട് വിവാദത്തിൽ ശോഭ സംസാരിക്കുകയുണ്ടായി. സിനിമയിലൊക്കെ പുതിയ അവസരങ്ങൾ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല. അഭിഷേകാണെന്നൊക്കെ പറയുന്നത് എത്രയോ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കാണുന്നത്. പഴയ കണ്ടസ്റ്റൻസില് ഫിറോസ് എന്ന് പറഞ്ഞ ആള്, അഖിൽമാരാർ, അവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഞാനായിട്ട് പറഞ്ഞിട്ട് ആരെയും പി ആർ ആയിട്ടോ ഇതാക്കിയിട്ട് വെച്ചിട്ടില്ല. പിന്നെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും അല്ലാതെ ഫാമിലി ആയിട്ടുള്ളവരും പിന്നെ ഗെയിം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരുമായിട്ട് അങ്ങനത്തെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അത് ഞാനായിട്ട് ചെയ്തതാണ്. സന്ദേശത്തിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ശോഭ ചേച്ചി
പറയണ്ടേ, ഈ വലിയൊരു എമൗണ്ട് ആണ് ലക്ഷ്മി കൊടുത്തിരിക്കുന്നത്. ലക്ഷങ്ങള് വലിയൊരു എമൗണ്ട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല എന്റെ ബ്ലാങ്ക് ചെക്ക് ഇപ്പോഴും ശോഭയുടെ ഇല്ല. ശോഭ തീരുമാനിച്ച് അതിനകത്ത് എമൗണ്ട് എഴുതി കൊടുക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബാക്കി അപ്പൊ ഇതിന്റെ ആൻസർ ശോഭ തന്നെ പറയണം. എത്രയാണ് ശോഭ എഴുതിയിട്ട് കൊടുക്കാൻ പോകുന്നത്? എന്റെ അക്കൗണ്ടിൽ നിന്ന് പോകുമ്പോഴേ എനിക്ക് അറിയത്തുള്ളൂ എത്രയാണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ മാത്രം നിന്നുപോയ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആദില നൂറ. ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിന് മാത്രം നിലനിന്ന് പോയ കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആദില നൂറ. ഒരിക്കലും ഇല്ല. ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് എന്താന്നുള്ളത് പറഞ്ഞു. അവര് ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ടല്ലേ നിൽക്കുന്നത്, അല്ലാതെ ആ ഒരു കാര്യത്തിൽ മാത്രമല്ല. പിന്നെ of course, yeah. ഈ ഏറ്റവും വൈൽഡ് കാർഡിൽ ഏറ്റവും സേഫ് ആയിട്ട് നിന്ന് കളിച്ചത് സാബുമാനായിരുന്നു. പുള്ളിക്കാരൻ തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് ഔട്ടായത്. സാബുമാൻ പിആറുകളുടെ ഒരു ബലിയാണെന്ന് പറഞ്ഞ ഇല്ല, ഇങ്ങനെ ഗെയിം ഇന്ന പോലെ കളിക്കണം അങ്ങനത്തെ നിർബന്ധമൊന്നും ഇല്ല. സാബുമാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. സ്ഥിരമുള്ളൊരു ഫോർമാറ്റ് പൊളിച്ച് മാറ്റിയൊരു കണ്ടസ്റ്റന്റ് കൂടാണ്. അത് നമ്മൾ മാനിക്കണമല്ലോ. ഇത്രയും നാളും ഇതുപോലൊരു കണ്ടസ്റ്റന്റ് എന്നുള്ളത് ഒരു സീസണിലാണെങ്കിലും ഒന്നും ചെയ്യാതെ ഈ ശോഭ പറഞ്ഞ കാര്യം അവിടെ ലക്ഷ്മി ഈ മാനസികമായിട്ട് ഇനി ഒന്നിയിൽ തകർക്കാം, മാനസികമായിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒന്നിയിൽ തകർക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ നേരിട്ട് കാണാൻ പോവാണോ? അതെല്ലാം ചെയ്തോണ്ടിരിക്കുന്ന അകത്ത് വന്നിട്ട് അതെല്ലാം ചെയ്തോണ്ടിരിക്കാൻ പോകുന്നത്. എന്റെ ഫ്ലൈറ്റ് ഉണ്ടോ എനിക്ക് അറിയത്തില്ല. വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഫ്ലൈറ്റ് ഓക്കെ.